പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 3 ദിവസമായി വെള്ളമില്ലെന്ന് പരാതി. വെള്ളമില്ലാത്തതിനാൽ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണെന്നും രോഗികൾ പറയുന്നു. കുട്ടികളുടെ വാർഡിലും പ്രസവ വാർഡിലും കാഷ്വാലിറ്റിയിലും വെള്ളമില്ല. വെള്ളമില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നും പരാതി. ഡെലിവറിയാണ് ഇപ്പം ഇന്ന് ഒരാഴ്ചയോളം കഴിഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിപ്പോവാം. പത്തനംതിട്ട കോഴഞ്ചേരി ആശുപത്രിയിലാണ് വെള്ളമില്ല എന്നുള്ള പരാതി. വലിയ ദുരിതത്തിലാണ് രോഗികൾ. ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെന്ന് പറയുന്നു. കുട്ടികളുടെ വാർഡിലും പ്രസവ വാർഡിലും കാഷ്വാലിറ്റിയിലും ഒന്നും വെള്ളമില്ല. വെള്ളമില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. ശ്രീരാജ് ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും ഈ പ്രളയം സംബന്ധിച്ച് വലിയ ദുരിതത്തിലാണ് പത്തനംതിട്ട. അതിനിടയിലാണ് ആശുപത്രികളിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ടാകുന്നത്. എന്താണിപ്പോൾ ഈ കോഴഞ്ചേരി ആശുപത്രിയിലെ പ്രശ്നം? പരാതിക്കാർ എന്താണ് പറയുന്നത്? പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി. ജില്ലയിലെ ജില്ലാ ആശുപത്രി കൂടിയാണ് ഇത്. അവിടെയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വാർഡുകളിലൊന്നും തന്നെ വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയുള്ളത്. കാഷ്വാലിറ്റി വാർഡിൽ പോലും വെള്ളമില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗികൾ പലരും ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ഒരു സ്ഥിതി കൂടി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറയുന്നത്, അദ്ദേഹം 2 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു സാധാരണ ഡിസ്ചാർജ് ഡേറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ വെള്ളമില്ലാത്തതിനാൽ തന്നെ ഡിസ്ചാർജ് നേരത്തെ ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് പോവുകയാണ് തങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകൾക്ക് ഉൾപ്പെടെ അവിടെ ശുചിമുറി സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഈ വെള്ളമില്ലാത്ത പ്രശ്നം കാരണം. അടിയന്തരമായി ഈ വിഷയത്തിലൊരു പരിഹാരം വേണമെന്നാണ് നിലവിൽ ഈ രോഗികളടക്കം പറയുന്നത്. പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പ്രധാന ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ 3 ദിവസത്തോളമായി വെള്ളമില്ലാതെ നിലനിൽക്കുന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ്. സ്ത്രീകൾക്കടക്കം ഇവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. സ്ത്രീകൾക്കടക്കം ഈ വെള്ളം ഇല്ലാത്തതിനാൽ തന്നെ ശുചിമുറി സൗകര്യം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നാണ് നിലവിൽ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാകണം. ചില സമയങ്ങളിൽ ചിലയിടങ്ങളിൽ വെള്ളം വന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. പ്രധാനപ്പെട്ട കുട്ടികളുടെ വാർഡ്, അതുപോലെ തന്നെ പ്രസവ വാർഡ്, കാഷ്വാലിറ്റി വാർഡുകളിലൊന്നും തന്നെ വെള്ളം ലഭിക്കുന്നില്ല. ആശുപത്രിക്ക് പുറത്തുള്ള ശുചിമുറികളിലും ഇത്തരത്തിൽ വെള്ളം ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആ വിഷയത്തിൽ പരിഹാരം വേണമെന്നാണ് രോഗികൾ പറയുന്നത്. പലരും പല അസുഖങ്ങളുമായി ഇവിടെ എത്തുന്ന ആളുകളാണ്. പ്രസവത്തിൻ്റെ ആവശ്യത്തിനായി ആശുപത്രികളിൽ എത്തുന്ന ആളുകളുണ്ട്. അവരാണ് ഇത്തരത്തിൽ ഡിസ്ചാർജ് അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട് പോകുന്ന ഒരു സ്ഥിതി നിലവിൽ ഈ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ആശുപത്രിയിൽ ഉള്ളത്. നമ്മൾ അകത്ത് ചെന്ന് പല ടാപ്പുകളും തുറന്നു നോക്കി, പലതിലും വെള്ളമില്ല. പുറത്തെ ഒരു ടാപ്പിൽ മാത്രമാണ് വെള്ളമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുറന്നു നോക്കിയപ്പോൾ അതിൽ മാത്രമാണ് വെള്ളമുണ്ടായിരുന്നത്. പക്ഷേ അകത്തേക്ക് കയറുന്ന ഒരു ഇടത്തും വെള്ളമില്ല. വാർഡുകളിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെയായിരുന്നു രോഗികളുമായി സംസാരിച്ചത്. അപ്പോൾ പല സ്ത്രീകളടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് അവിടെ വെള്ളമില്ല, കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി അവിടെ വെള്ളമില്ല എന്ന് അവർ പറയുന്നുണ്ട്. അകത്ത് വെച്ചൊരു സ്ത്രീയെ കണ്ടിരുന്നു. അവർ പറഞ്ഞത് ഒരാഴ്ചയായി ഇവരിവിടെ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, ഈ ശുചിമുറി സൗകര്യം പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അവർ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഈ പ്രസവ വാർഡിന് മുന്നിലേക്ക് വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: വാർഡിൽ ഉള്ള സ്ത്രീകൾക്ക് പോലും, രോഗികളായിട്ടുള്ള ആളുകൾക്ക് പോലും വെള്ളം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല, അവിടെ ശുചിമുറി സൗകര്യം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ ഇവിടെ ആശുപത്രിയിൽ ഇത്രയും ദിവസം നിൽക്കുമെന്ന ഒരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം പരസ്യമായി ഫോണിൽ തന്നെ അദ്ദേഹം സംസാരിക്കാനുള്ള മനസ്സും അദ്ദേഹം കാണിച്ചു. അദ്ദേഹം ഈ അടിയന്തരമായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം ഡിസ്ചാർജ് വാങ്ങി പോകാൻ തയ്യാറായിരിക്കുകയാണ്. കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ നിറവേറ്റാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. പല രോഗികളും പല ആളുകളും. ശ്രീരാജ്, വലിയ ദുരിതത്തിലാണ് പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് വെള്ളമില്ല എന്നുള്ള പരാതി. വലിയ ദുരിതത്തിലാണ് അവിടെ രോഗികളടക്കമുള്ള ആളുകൾ. ആ വിവരങ്ങളാണ് ശ്രീരാജ് നൽകിയത്.